ണ്ടേ അവരവരുടെ അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോട്ടെന്നേ. CR നീലകണ്ഠൻ, താങ്കൾക്ക് സംശയകരമായി എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ അന്വേഷണത്തിൽ? 2021 ഒരു വേള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചതാണ്. പിന്നെ അവിടെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ ഇത് സെറ്റിൽ ചെയ്യുവാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം വന്നില്ല. അതിനിടയ്ക്ക് ROC ബാംഗ്ലൂരിന്റെയും ROC കൊച്ചിയുടെയും അന്വേഷണം വന്നു. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ അന്വേഷണ പരമ്പരകൾ നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് അന്വേഷണം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ തന്നെ ഈ 1.72 കോടിക്കും അപ്പുറം 135 കോടിയുടെ ആ ഇടപാട്, CMRLന്റെ ഇടപാട് വരുന്നു. അതിനും കടന്ന് ഈ കരിമണൽ ഖനനത്തിന്റെ കാണാക്കരങ്ങൾ, അതിലേക്ക് അന്വേഷണം പോകുന്നു. ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷകൾ മാത്രമാണ്. ഇങ്ങനെയൊക്കെ അന്വേഷണം നടത്തുമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഇടപാടും അതിനപ്പുറമുള്ള കരിമണൽ ഖനനത്തിലെ ഈ കള്ളക്കളികളും ഒക്കെ. ഇതൊക്കെ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അതിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവതരിച്ചിരിക്കുന്നത് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി CBIയും വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അല്ല മഞ്ജുഷേ, നമ്മള് അരിഭക്ഷണമാണല്ലോ കഴിക്കണേ. BJPയുടെ സുഹൃത്ത് എനിക്ക് വലിയ തമാശ തോന്നി. ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരാൾ അഴിമതിക്കാരനാണോ എന്ന് തീരുമാനിക്കുന്നത് അയാൾ BJPയുടെ കൂടെ ചേർന്നുവോ ഇല്ലയോ എന്നനുസരിച്ചാണ്. കാരണം അഴിമതിക്കാരാണെന്ന് എത്ര കൃത്യമായി പറയുകയും ബോണ്ട് കൊടുക്കുകയും, ഇപ്പോ കെജ്രിവാളിന്റെ കേസിൽ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കെജ്രിവാളിന്റെ കേസിൽ മാപ്പുസാക്ഷിയായ മനുഷ്യൻ പരമ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു 150 കോടി രൂപയുടെ ബോണ്ട് കൊടുത്തപ്പോൾ അയാൾ മാപ്പുസാക്ഷിയായി. കെജ്രിവാളിനെതിരെ അയാൾ കൊടുത്ത മൊഴി അനുസരിച്ചാണ് ഇപ്പൊ കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നത്. വേറെ ഒരു തെളിവ് വരുന്നതിലില്ല. അയാൾ കൊടുത്ത മൊഴിയാണ് മാപ്പ് സാക്ഷിയുടെ മൊഴി. അയാൾ ആരാ? നാളെ അയാൾ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് എനിക്ക് അതിൽ ഉറപ്പില്ല. മത്സരിച്ചേക്കാം. കാരണം എത്ര അഴിമതിക്കാർ അഴിമതി ആരോപിക്കപ്പെട്ട് അയാൾ BJPയിലേക്ക് വന്നാൽ പുണ്യാഹം കളിക്കുന്നു പറയും ഞങ്ങൾ നമ്പൂതിരിമാർ. പുണ്യാഹം കളിച്ചാൽ അയാൾ ശുദ്ധനായി, BJP കളിച്ചാൽ ശുദ്ധനായി. എത്ര അഴിമതിക്കാർ. അതാണ് ഇപ്പൊ ഇന്നലെ ബംഗാളില് മോഡി പ്രസംഗിച്ചൊക്കെ ചോദിച്ചൊന്ന് ട്രോള് വന്നത്. ഇനി അഴിമതിക്കാർ ഞങ്ങൾ അഴിമതിക്കാർ ഇതിലെടുത്തില്ല, എന്താ അവിടെ ഹൗസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ടു ഈ ബോണ്ടിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇത് അന്വേഷിക്കുന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഞാൻ കാണുന്നേയില്ല. ഒരു സാധ്യതയും, നിങ്ങളുടെ ചോദ്യം ഇതാണല്ലോ, ED ക്ലിഫ് ഹൗസിലേക്ക് വരുമോ എന്ന്. ഒരു സാധ്യതയും ഇപ്പോൾ ഞാൻ കാണുന്നില്ല. കാരണം അതുകൊണ്ട് BJPക്ക് ഒരു ഗുണവുമില്ല. ഇപ്പൊ BJPക്കാർക്ക് കേരളത്തിൽ തലയിൽ മുണ്ടിട്ടാണ് നടക്കണേ. കാരണം കുറെ കാലമായി ഇവിടെ ED, SFIO, ഇതിനു മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ, CBI എന്തൊക്കെ ബഹളങ്ങളായിരുന്നു നമ്മളിവിടെ. അതിനിടയ്ക്ക് തോമസ് ഐസക്കിനോട് ചോദ്യം, ഇയാളോട് ചോദ്യം. ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല അതിന്റെ വേഗതയൊക്കെ ഞങ്ങൾക്കറിയാം. സാധാരണ മനുഷ്യർക്ക് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അന്വേഷണ ഏജൻസികൾ BJPയുടെ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. ബോണ്ടും ഇതുമായിട്ടുള്ള ബന്ധം നമ്മൾ കണ്ടല്ലോ. ബോണ്ട് കൊടുത്തവരെ അഴിമതി കുറയും, ബോണ്ട് കൊടുത്തവർക്ക് കൊടുക്കാത്തവർക്ക് അഴിമതി കിട്ടും. ഞാൻ അതിലേക്കല്ല പോകണം. അപ്പോ BJPക്ക് ഇപ്പോൾ ഇവിടെ ഈ അന്വേഷണം കൊണ്ട് ഗുണകരമാണ് രാഷ്ട്രീയമായി. ഈ ഇലക്ഷനിൽ അല്ല എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ഇലക്ഷനിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അഡ്വാൻറ്റേജ് ഇപ്പൊ BJPക്ക് കിട്ടില്ല. കേരളത്തിൽ സ്വാഭാവികമായും അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് പിണറായി വിജയന്റെ മകളെയോ അല്ലെങ്കിൽ ലാവലിൻ മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുത്താൽ 37 തവണ CBI ഒരു കേസ് മാറ്റിവെക്കണമെങ്കിൽ CBI-കാരന് തലയ്ക്ക് തോന്നില്ലാത്ത ആളാവരുത്. പക്ഷെ CR നീലകണ്ഠൻ, ഈ തെളിവുകളും അല്ലെങ്കിൽ അഴിമതി നടന്നിട്ടില്ല, ഈ ക്രമക്കേട് നടന്നിട്ടില്ല എന്നതുകൊണ്ടാണോ ഇപ്പോൾ ഈ ഒന്നും കണ്ടെത്താനാവാത്തത്? താങ്കൾക്ക് അതിലൊരു പ്രതീക്ഷയില്ലാത്തത്? ഇപ്പോൾ എക്സാലോജിക്കും CMRലും KSIDCയും ഉൾപ്പെട്ട ഈ ക്രമക്കേടിൽ അവിടെ കണ്ടെത്താൻ വേണ്ട ഒന്നുമില്ല എന്നുള്ളത് അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ. ഇപ്പൊ വീണ വിജയന്റെ കേസ് നിങ്ങൾ പറഞ്ഞു, എക്സാലോജിക്കിന്റെ കേസ് കൃത്യമായ രേഖയുണ്ട്. 2021 മുതൽ ഇവരുടെ രേഖയുണ്ട്. അതിനു മുമ്പ് തന്നെ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ച് ഇപ്പോ ഈ എന്താണ് പറയാ, ഒരു ഫാർമക്കാരന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ നമ്മുടെ സ്വപ്ന സുരേഷിന്റെ മൊഴി അനുസരിച്ച് നമ്മുടെ പിണറായി വിജയൻ ജയിലിൽ കിടക്കേണ്ട ആളല്ലേ. എത്ര കൃത്യമായ മൊഴി അവർ കൊടുത്തിട്ടുള്ളത് EDക്കും SFIക്കും അതുപോലെയുള്ള ഏജൻസികൾക്ക്, CBI അടക്കമുള്ള ഏജൻസികൾക്ക്, ലൈഫിന്റെ അതിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1.5 വർഷം ജയിലിൽ കിടന്നു. അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ തൽക്കാലം പുറത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം എന്താണ് താങ്കളുടെ ഓഫീസ് നടത്തുന്നത്? കെജ്രിവാളിന്റെ വെക്കെട്ടെടുത്ത എന്തെങ്കിലും കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി വെക്കെട്ടെടുത്തോ? ഇല്ലല്ലോ. ഇനി വേറെ കാര്യം കൂടി, കെജ്രിവാളിന്റെ കാര്യത്തിൽ ഒരു പോളിസി സംബന്ധിച്ചാണ് തർക്കം. പോളിസി, ആ പോളിസി ചെയ്താൽ ഇങ്ങനെ അഴിമതി വരുമായിരുന്നു, ആ പോളിസി നടപ്പായോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം.
രാജ്യത്തിന് നഷ്ടം വന്നു. ഇവിടെ പോളിസി ഒന്നുമല്ല, ഇവിടെ ഡോക്യുമെന്റ് ഉണ്ട് മഞ്ജുഷേ, ഡോക്യുമെന്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. ROCയുടെ ഡോക്യുമെന്റ് ഉണ്ട്, ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടായാലും കേസെടുക്കാൻ വൈകുന്നതിന് കാരണം, ഞാനിപ്പോ ഇതൊരു ഡീലെന്നൊന്നും പറയുന്നില്ല, ഞാൻ ഡീലായിട്ടല്ല കാണുന്നത്. BJP അവർക്ക് അഡ്വാൻറ്റേജസ് ആയ കാര്യം മാത്രമേ ഈ ഏജൻസികളെ കൊണ്ട് ചെയ്യൂ. അത് RBI കൊണ്ടാണെങ്കിലും മറ്റേ ED കൊണ്ടാണെങ്കിലും CBI കൊണ്ടാണെങ്കിലും. ഇനിയിപ്പോ CBI വന്നു തന്നെ ഇരിക്കുന്നത്. CBI വന്നാൽ എന്താ സംഭവിക്കുക? CBI വന്നാൽ ഇതിലും വലിയ കേസുകൾ ഇവിടെ CBI അന്വേഷിച്ച് വഴി കാണാതെ പോയിട്ട് ലാവ്ലിംഗ് കേസ് അന്വേഷിച്ച് CBI ഇപ്പൊ അത് കഴിഞ്ഞ് ആ CBI കോടതിയിൽ കേസ് മാറ്റിവെച്ചത് എത്ര പ്രാവശ്യം? എന്നിട്ട് ആ CBI കുറിച്ചാണോ നമ്മളോട് പറയുന്നത്? അപ്പൊ പ്രശ്നം എപ്പോഴാണ് ഇവർ വരും? എതിര് വരും എന്ന് ഞാൻ പറഞ്ഞു. അത് എപ്പോഴാണെന്നറിയാം. ഈ വീണ വിജയനെ ചോദ്യം ചെയ്യുകയോ പിണറായി വിജയനെതിരെ ചാർജ് ഇടുകയോ ചെയ്താൽ അത് BJPക്ക് ഗുണകരമാകും രാഷ്ട്രീയം എന്ന് ബോധ്യം വരുന്ന ക്രിട്ടിക്കലായ സമയം അത് കാത്തറിഞ്ഞ് നിൽക്കണം. അത് വരുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അത് UDFന്റെയും മറ്റു രാഷ്ട്രീയ കക്ഷികളുടെയും നിലപാടനുസരിച്ച്. അതുകൊണ്ട് ഇപ്പൊ കാണിക്കുന്നതൊക്കെ സത്യത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന കേരളത്തിലെ BJPക്കാർക്ക് ആ മുണ്ടടക്കൊന്ന് മാറ്റണ്ടേ? തെരഞ്ഞെടുപ്പ് പ്രചരണമല്ലേ? ഇത്രയും കാലമായിട്ട് ഇത്രയും ബഹളം പറഞ്ഞിട്ട് ഇതൊക്കെ അവിടെ കെജ്രിവാളിനെ എത്ര പ്രാവശ്യം. ഇനി ഞാൻ ഡോക്ടർ തോമസ് ഐസക്, ഞാനൊരു കാര്യം പറയാം. ഡോക്ടർ തോമസ് ഐസക്കിന്റെയും കെജ്രിവാളിന്റെയും ചില സാമ്യങ്ങളുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. കാരണം ഒരു ഗവൺമെന്റ് പോളിസിയെ സംബന്ധിച്ച് കിഫ്ബി വേണോ വേണ്ടയോ, അത് തോമസ് ഐസക് മാത്രം എടുത്ത ഒരു തീരുമാനമല്ല. അതിന് നടപടിക്രമം ഒരു മന്ത്രിസഭയാണ്, ഡൽഹിയിൽ ഒരു മന്ത്രിസഭയാണ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിൽ ഈ ആളെ ചോദ്യം ചെയ്യുക. ഇപ്പൊ അവിടെയാണ് ഏത് നിയമം ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ PMLA ആക്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയിൽ DIR-ഉം മിസ ഉപയോഗിച്ചിട്ടില്ല. ഈ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലിട്ടത് ഒരു കോടതിയും ചോദ്യം ചെയ്തില്ലല്ലോ. അത് BJP അംഗീകരിക്കുന്നു അതിനെ. ഇപ്പൊ ചിലർ ചോദിച്ചു കോടതി സമ്മതിച്ചിട്ടല്ലേ? ഞാൻ പറയുന്നത് കോടതി സമ്മതിച്ചില്ല. കോടതി അടിയന്തരാവസ്ഥയിൽ അടൽ ബിഹാരി വാജ്പേയിയും അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അടക്കമുള്ള BJP മറ്റു പലരെയും, മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായൺ, അവരെ അടക്കം ജയിലിലിട്ട് ഒരു കോടതി അവരെ വിടാൻ പറഞ്ഞില്ല. ഇന്ത്യയിലെ നീതിന്യായ കോടതി അവരൊക്കെ 19 മാസം ജയിലിൽ കിടന്നു. എന്താ കാര്യം? കിടന്നത് കോടതി പറഞ്ഞു. ഏത് നിയമം അനുസരിച്ചാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതനുസരിച്ച്. ഇപ്പൊ PMLA ആക്ട് അനുസരിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടുന്നതിന് രീതികളുടെ നേരെ മറിച്ച് നിങ്ങളൊരു കറപ്ഷൻ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണെങ്കിൽ വേറെയാണ് നിയമം, പോക്സോ നിയമമാണെങ്കിൽ വേറെയാണ് നിയമം, സ്ത്രീകൾക്കെതിരായ അതിക്രമമാണെങ്കിൽ വേറെയാണ്, കൊലക്കുറ്റാണെങ്കിൽ വേറെ. അപ്പൊ ഇവർക്കറിയാം എങ്ങനെ ഇത് കളിക്കുക എന്നല്ലാതെ. ഇപ്പൊ 10 കൊല്ലമായി ഇവർ വന്നിട്ട് ഞാനൊരു ചോദ്യം, വലിയ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷന്റെ സമരമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഒരുപാട് അഴിമതി നടന്നുകൊണ്ടാണല്ലോ എത്ര പേരെ ശിക്ഷിച്ചു 10 വർഷത്തിനകം BJP എന്ന് പറഞ്ഞാൽ എത്ര കോൺഗ്രസുകാരെ ശിക്ഷിച്ചു. ഏത് അന്വേഷിക്കുന്നു പോകണു. ഇപ്പൊ ചിദംബരത്തിന്റെ വീട്ടിൽ ഒളിഞ്ഞു കയറുന്നു, അങ്ങനെ കയറുന്നു, ഇങ്ങനെ കയറുന്നു. ഒരാളെ പോലും ശിക്ഷിച്ചിട്ടില്ലെന്ന്. ശരി ശ്രീ CR നീലകണ്ഠൻ, ശരിയാണ്. ശിക്ഷാ തോത് വെച്ച് നോക്കിയാൽ അതിൽ മറുപടി പറയേണ്ടി വരുന്നത് ഈ കേന്ദ്ര ഏജൻസികളെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ്. പ്രൊഫസർ P